ആ വീഡിയോയിൽ തന്നെ അയാൾ പറയുന്നുണ്ട് പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നു. പക്ഷെ അയാൾ കൊടുക്കുന്നില്ല. അയാൾ തടഞ്ഞപ്പോൾ അയാൾ അവിടെ നിർത്തി. പിന്നെ അതിന് മുമ്പ് കൊടുത്തോന്ന് എനിക്കറിയില്ല, കൊടുത്തില്ല. പക്ഷെ എവിടെയെങ്കിലും വെച്ച് അയാൾക്ക് അത് കൊടുക്കണ്ടേ? അവിടെയാണ് ചോദ്യം. അതോ അയാൾ എല്ലാ വീട്ടിലും കിട്ടുന്നവരാൾ കാത്തിരിക്കണം? ഇത്തരം തർക്കങ്ങൾ ഞാൻ പറയുന്നത് പെൻഷനെയുമല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുന്ന, പെൻഷനാരുടെയോ ഔദാര്യമായി കാണുന്ന ഒരു രീതി തന്നെ മാറണം. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പെൻഷനുണ്ട്. ഇതിങ്ങനെയല്ല. നിങ്ങൾക്ക് പോലും ആരത്തിൽ നിങ്ങൾ ഏജ്ഡ് ആയാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പെൻഷനുണ്ട്. നിങ്ങൾക്ക് പെൻഷൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, വീട്ടിലല്ല ബാങ്ക് അക്കൗണ്ടിൽ വരും. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? എല്ലാവരും ബാങ്കിലാണ് ഇടുന്നത്. ഇനി ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാലും ഒരു പ്രശ്നമുണ്ട്, ബാങ്കിൽ പോയി എടുക്കണ്ടേ? ഈ ഒരു പഞ്ചായത്തിൽ 300 പേർക്കുണ്ടെങ്കിൽ 300 പേരും ബാങ്കിൽ പോയി ക്യൂ നിന്നത് എടുക്കണ്ടേ? എല്ലാവർക്കും ATM ഒന്നും ഉണ്ടാവില്ല. എല്ലാ സഹകരണ ബാങ്കിനും ATM ഇല്ല. എല്ലാ ബാങ്കുകൾക്കല്ലേ ATM ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന് ഈ തിരക്കില്ലെങ്കിൽ കൃത്യമായൊരു പരിഹാരം വേണം. ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിൽ 100 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ 5-ാം തീയതി മുതലാണ് കൊടുക്കണമെങ്കിൽ 5-ാം തീയതി മുതൽ 5-ാം തീയതി ഇത്ര പേർക്ക്, 6-ാം തീയതി ഇത്ര മുതൽ ഇത്ര നമ്പറിലുള്ളവർക്ക് എന്ന് തീരുമാനിച്ചാൽ മതി. അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇനി അങ്ങനെ അല്ലാത്തവർക്ക് സഹകരണ സംഘത്തിൽ ഒന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ എവിടെയാ ഓഫീസിൽ ഒന്ന് വാങ്ങിക്കാം എന്ന് ഉത്തരവിട്ടാൽ മതി. ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല. പെൻഷനെ രാഷ്ട്രീയവൽക്കരിക്കുകയും പെൻഷൻ എന്തോ ഔദാര്യം. ഈ വാങ്ങുന്നവരുടെ പ്രശ്നം അതാണ്. തരുന്ന നേതാവ് തരുന്ന മാതിരി അത് വാങ്ങണേ. LDF കാരൻ കൊടുക്കുമ്പോൾ LDF സഹകരണ സംഘത്തിന്റെ ആള് കൊടുക്കുമ്പോൾ LDF തന്നൂലോ പൈസ എന്നാ. UDF സഹകരണ സംഘം കൊടുക്കുമ്പോൾ അയ്യോ UDF പൈസ തന്നൂലോ എന്നാ. ഇത് LDF UDF അല്ലാന്ന് സാമാന്യ മനുഷ്യൻ മനസ്സിലാവുകയും അയാൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇത് പൗരബോധത്തിന്റെ പ്രശ്നമാണ്. ഇതിൽ ചട്ടലംഘനത്തിനേക്കാൾ ഒരു എന്താ പറയുക, ഒരു അപഹാസ്യമായ രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. ഒരു പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന രീതിയാണ്. പെറ്റി പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ 3000 രൂപ സാറ് പറഞ്ഞല്ലോ, 3000 ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് പെൻഷൻ. അപ്പൊ അത് കൊടുക്കുന്നത് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ്, ജനത്തിന്റെ. അപ്പൊ അതില് ഇത്രയും ഇപ്പൊ പാർട്ടി അല്ലെങ്കിൽ ഭരണം മാറിയതുകൊണ്ട് ഇത്രയും വലിയൊരു രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ CPM-നെ സംബന്ധിച്ച് അതും മോശമല്ലേ സാർ? അല്ല, CPM ഈ പെൻഷൻ വെച്ച് കുറെ കളിച്ചു. ആ കളിച്ചിട്ടും ഞാൻ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾക്ക് സൗജന്യം കൊടുത്താൽ വോട്ട് കിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് MM മണി ചോദിച്ചല്ലോ, എല്ലാം വാങ്ങി നക്കി തിന്നിട്ട് ആ രാഷ്ട്രീയമാണ് CPM-നെ നശിപ്പിക്കുന്നത്. ഒരിക്കലും പ്രത്യേകിച്ചും വലതുപക്ഷം അങ്ങനെ ചെയ്യാറുണ്ട്. പല വലതുപക്ഷ കക്ഷികളും ചെയ്യാറുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയം അതാണ്. സാരി കൊടുക്കുക. ഇപ്പൊ ജയലളിതയൊക്കെ സാരി കൊടുക്കുക, വാഷിംഗ് മെഷീൻ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും നമ്മൾ തമിഴ്നാട്ടിലും കേട്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ കൊടുത്താൽ മാത്രം ആളുകൾ വോട്ട് ചെയ്യുന്ന ആളുകളല്ല. കാശ് മേടിച്ചിട്ട് എതിരാളിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. വോട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും, കാശ് എല്ലാവരും ഇന്ന് വാങ്ങിക്കും എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.